നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്നേ തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിന്നി ചാമക്കല അവിടെ നമുക്ക് സ്ഥിരമായിട്ട് വർക്ക് തരുന്ന ഒരാളുണ്ട്, സുജിത്ത് എഞ്ചിനീയർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ തന്നെ അടുത്തൊരു വർക്കാണ്. അപ്പോൾ ഇതൊരു 802 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ്, ഗ്രൗണ്ട് ഫ്ലോർ ഇട്ടാണ്. ഇതാണ് പ്ലാൻ. അതിൽ സിറ്റ് ഔട്ട്, ഡൈനിങ്, ലിവിങ്, 2 റൂം, സ്റ്റെയർ, ഒരു കിച്ചൺ, അങ്ങനെയാണ്. ഇതാണ് പ്ലാൻ. ഇപ്പോൾ ഇവിടെ എന്തപ്പോൾ വീഡിയോയുമായിട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് പൂഴിമണ്ണാണ്. അപ്പോൾ പൂഴിമണ്ണിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഈ മണ്ണിൽ ഇപ്പോൾ 2 അടി താഴ്ച, 2 അടി വീതിയാണ്. ഈ 2 അടി കഴിയുമ്പോൾ തന്നെ ഇതിൽ വെള്ളം വരുന്നുണ്ട്, അടിയിൽ വെള്ളം നിൽക്കുക. പോരത്തിനിപ്പോൾ എന്താ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണിന് ഇത്തിരി വിലക്കുറവുള്ള മണ്ണാണ്. അപ്പോൾ നമ്മൾ അടുത്ത് കൂടെ പോയാൽ മതി, തിണ്ടി. അത് നല്ല പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ മണ്ണിലേ കല്ല് ഒരിക്കലും മുകളിൽ നിന്ന് നിലത്തേക്ക് എടുത്തിട്ടില്ല. മേലെ നിന്ന് കല്ല് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ കല്ല് എന്തും ചെയ്യാൻ അവിടെ കിടക്കും, അടുത്ത കല്ല് അതിൻ്റെ മേലേക്ക് എടുത്തിടും. അപ്പോൾ സീറ്റിംഗ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ താങ്കൾ നോക്കും, ഈ രീതിയിലായിരിക്കും കല്ല് പാക്ക് ചെയ്യുന്നത്. ഇത് മണ്ണിലേക്ക് ലയിക്കും. ആ വെള്ളം ഇതിൽ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾക്ക് ഈ കല്ല് ആ മണ്ണും വെള്ളവും നിൽക്കുന്നതുകൊണ്ട് കല്ല് ശരിക്കും പിടിച്ചു. ഇതിൽ ജാമായിരിക്കുക. ഇനി ഇത് മണ്ണിട്ട് കലക്കി ടൈറ്റായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടില്ല. അതുപോലെ തന്നെ ഇത് ബൾജാവില്ല. കാരണം ഇതിൽ ഈ മണ്ണിൽ എത്രത്തോളം വെള്ളം വരുന്നോ അത്രയും ഇത് തരിക്കും മണ്ണ്. ഇവിടെ ഇരിക്കില്ല. കാരണം ഇവിടെ തോടോ കുളമോ എന്നുള്ള ഒരു ഏരിയ അല്ല. അങ്ങനെയുള്ള സ്ഥലമാണെങ്കിൽ നമ്മളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് തന്നെയല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ മണ്ണ് ഏത് ആയാലും ശരി, പാക്കിങ് നന്നാവണം. ഇതേ രീതിയിലായിരിക്കണം. ലോക്ക് ചെയ്ത് പണിയാൻ ശ്രമിക്കുക. ഇത് പൂഴിമണ്ണാണ് എങ്കിലും പണി ചെയ്യേണ്ടത് മതിയാണ്. ഇപ്പോൾ ഇവിടെ കൂട്ടുകാർ ചെയ്യുന്നുണ്ട്. നോക്കും, അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് നോക്കും, അടിപൊളിയാടാ മാറി. അതേപോലെ ചെറിയ കല്ലാണെങ്കിലും ലോക്ക് ചെയ്യുക. ആ ഗ്യാപ്പുകളൊക്കെ ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യേണ്ടത് എടുക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ നിങ്ങൾ, വലിയ കല്ലുകൊണ്ട് അടിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ഈ കാണുന്ന പണി ഇതുപോലെ മേലേക്ക് വരിക. പിന്നെ ഈ ഗ്യാപ്പുകൾ കാണുന്ന ഈ ഗ്യാപ്പുകളിൽ ചെറിയ കല്ല് കയറ്റുക, ചീളടിച്ച് ടൈറ്റ് ചെയ്യുക. ഇതിലേക്ക് ലെവൽ ചെയ്തിട്ട് മണ്ണിട്ട് നമ്മൾ കരിപ്പിക്കുകയാണ്. ഈ മണ്ണായതുകൊണ്ട് നമുക്ക് എല്ലാ ഗ്യാപ്പുകളിലേക്കും ഇറങ്ങിപ്പോവും. പാറപ്പൊടി ഇടില്ലേ, നമ്മൾ ക്ലേ ഇട്ട് കലക്കുന്ന പോലെ വളരെ സ്മൂത്താണ്. സകല ഗ്യാപ്പ് ടൈറ്റാവും ഈ മണ്ണായതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 അടിക്ക് താത്തിയിട്ടുള്ളൂ. ഇത് 2 നില വരുന്നുണ്ട്. 802 സ്ക്വയർ ഫീറ്റ് അടിയിൽ വരുന്നു, ഗ്രൗണ്ട് ഫ്ലോർ വരുന്നു. 220 ചില മേലെ വരുന്നുണ്ട്. ഈ 2 അടി മതി ഇവിടെ. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ചതുപ്പ് നിലല്ല, ഈർപ്പം ഉണ്ടെങ്കിലും ഇത് പിടുത്തം കൂടുതൽ. അപ്പോൾ ഒരുപാട് താത്തി നമ്മൾ വേസ്റ്റ് ആക്കണ്ട. ഇത് മാൻ പവറിൽ ചെയ്ത സ്ഥലമാണ്, ഹിറ്റാച്ചി അല്ല. ആളെന്നൊന്ന് കോരുക. കാരണം ഇവിടെ ആൾ നിന്നാൽ തന്നെ മണ്ണ് ഈർപ്പമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇടിയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത് കരുതും. അപ്പോൾ ഇതെന്താ പറഞ്ഞത്, ചില സ്ഥലങ്ങളിൽ നമ്മൾ 802 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ അടിത്തറ. എത്ര ദിവസം കൊണ്ട് തീരും, എത്ര ആൾ വേണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എല്ലാ സ്ഥലത്തും ഫൗണ്ടേഷൻ ഒരു ദിവസം കൊണ്ട് തീരില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം 1000 സ്ക്വയർ ഫീറ്റ് 800 സ്ക്വയർ ഫീറ്റ് ഒരു ദിവസം കൊണ്ട് തീർക്കില്ല. കാരണം ഇതേ രീതിയിൽ നമ്മൾ പാക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അത് നന്നായി ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ദിവസം പിടിക്കും. പിന്നെ ആ സ്ഥലത്തിൻ്റെ സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, കല്ല് വരാനുള്ള. ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ മണ്ണ് ഇടിഞ്ഞ് കോരി മാറ്റിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ വരുന്ന കല്ല് വലിയ കല്ലാണെങ്കിൽ അത് ഇതിൽ കൊള്ളാത്തതാണെങ്കിൽ അടിച്ച് പൊട്ടിച്ചിട്ട് വേണം. അപ്പോൾ കരിങ്കല്ല് പണി എന്ന് പറയുമ്പോൾ വെറുതെ പറക്കിയിട്ടാൽ അത് കരിങ്കല്ല് പണി ആവില്ല. അത് കുറേ ആൾക്കാരുടെ തെറ്റായ ധാരണയാണ്. അതിന് വേണ്ട രീതികൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത് എന്നത്തേക്കും വേണ്ട, ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷത്തേക്കല്ല, കാലാന്തരം അത് ഉപയോഗിക്കണം. മക്കൾ അവരെ പിന്മുറയ്ക്ക് പറ്റിയെങ്കിൽ. കാരണം ഇന്നൊന്നൊരു വീടിന് ആയുസ് കുറവാണ്. പക്ഷെ നമ്മളത് അടിത്തറ ബലപ്പെടുത്തുക. നാളെ ചുമര് കെട്ടിക്കളഞ്ഞാലും ആ തറ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി നിർത്തണമെങ്കിൽ തറപണി നന്നാവണ്ടേ. എല്ലാവരും ബെൽറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് തറ എങ്ങനെയും കാട്ടിക്കൂട്ടുന്നവരുണ്ട്. അതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഈ പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ കല്ല് നമ്മളുടെ ഈ സ്പോട്ടിലെത്താൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അതിനുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഓണർ കേട്ടോ. നമ്മുടെ ഈ വീടിൻ്റെ മുതലാളിയാണ് ഇരിക്കുന്നത്. സന്തോഷേട്ടൻ. ആൾ നമ്മളെ പോലെ തന്നെ ഒരു തൊഴിലാളിയാണ്. ഈ വീടിൻ്റെ മുതലാളിയാണെങ്കിലും നമ്മളൊരു തൊഴിലാളിയാണ്.
അപ്പോൾ ഞങ്ങളുടെ സാറിൻ്റെ കീഴിൽ ആൾ വർക്ക് ചെയ്തിരുന്നു. നമ്മളെ വർക്ക് ആൾക്ക് കണ്ടിട്ടുണ്ട്, ആളെ അറിയാം. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചതാണ്. ആ രീതിയിൽ അത്രയും വിശ്വാസത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ വഴി വളരെ ചെറുതാണ്, അപ്പോൾ വണ്ടി വരില്ല. ഇവിടെ വീതി കുറഞ്ഞൊരു വഴിയായതുകൊണ്ട്, വീതി കുറഞ്ഞ വഴിയാണ്. അപ്പോൾ ഇവിടേക്ക് വലിയ വണ്ടികളൊന്നും വരാത്തതുകൊണ്ട് കല്ല് നമ്മൾ അകലെ കണ്ടോ. ഇവിടെ നിന്ന് കല്ല് നമ്മൾ ഇവിടെ കല്ല് തട്ടിയിട്ട് അർബാനയ്ക്ക് കയറ്റി ഇത് അവിടേക്ക് കൊണ്ടുപോകണം നമ്മൾ, അത്രയും ദൂരം. അപ്പോൾ എങ്ങനെ 150 മീറ്ററോളം ഇതുണ്ട്, ഈ ഏരിയ ഉണ്ട്. ഇത്രയും ദൂരം ഇവിടുന്ന് കല്ല് കയറ്റി 4-5 ആൾ കല്ല് കയറ്റി കൊണ്ട് ചെന്നിട്ട് വേണം പണി. അപ്പോൾ ചെറിയ കറികളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ പണി നടക്കില്ല, കാശ് ചിലവുണ്ട്. അതൊക്കെ ആൾക്കാർ കാണണം. പിന്നെ പണി ചെയ്യുന്നത് ഇതൊന്നല്ല, കല്ലൊക്കെ എത്തിച്ച് പണിയാണ്. നല്ല കല്ലുകളായിരിക്കും, ഇത് വലിയ കല്ലുകളാണ്, വളരെ വലുത്, ചീളൊന്നുമില്ല. അതൊക്കെ നമ്മൾ സൈസാക്കിയിട്ട് വേണം പണി. അപ്പോൾ പണി നടക്കില്ല, പോസിബിൾ. ഇപ്പോൾ പണി കണ്ടില്ലേ, ഇന്ന് പണി കഴിഞ്ഞപ്പോൾ 5 മണിയായി നമ്മൾ പണി നിർത്തി. ഇനി നാളത്തോണ്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ തീരും, 2 ദിവസം. അപ്പോൾ സൗകര്യങ്ങളുണ്ട്. കല്ലെടുത്താണെങ്കിൽ കുറച്ചും കൂടി വർക്ക് കയറിയനും. നാളെ അത്ര അധികം ആൾ വേണ്ട. ഇതിപ്പോൾ നമുക്ക് കല്ലെത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇത്ര പണി നടന്നിട്ടുള്ളൂ. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ തിക്കും തിരക്ക് പിടിച്ച് പണിയരുത്. അടിത്തറ വളരെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ഞാനായാലും ഏത് പണിക്കാരനായാലും ഏത് കോൺട്രാക്ടർ ആയാലും എഞ്ചിനീയർ ആയാലൊക്കെ അടിത്തറ നന്നായി പണിയാൻ ശ്രമിക്കുക, പണിയിപ്പിക്കുക, പണിത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെയാണ്. കാരണം വെച്ചാൽ പാർട്ടിയുടെ മനസ്സമാധാനം അതാണ് ഏറ്റവും വലുത്. കാരണം അവരുടെ കയ്യിലൊക്കെ കാശ് നമ്മളെ കയ്യിൽ എത്തണമെങ്കിൽ അതിനൊരു 100% വേണ്ട, 80% നമ്മൾ അതിനൊരു മര്യാദ കൂറ് കാണിച്ച് നല്ല രീതിയിൽ ആ പണിത് കൊടുക്കണം. എങ്കിലാണ് ആ പണി വിജയിക്കുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ പണിക്കാരൊക്കെ ഇവിടെ. ഇതൊക്കെ നമ്മളെ കൂട്ടുകാരാണ്, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. ആളൊക്കെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം. പിന്നെ നമ്മൾ ഈ പണിയുമ്പോൾ ഇവിടെ നിന്ന് കോട്ടയം ജില്ലയിൽ നിന്നൊരു കൂട്ടർ ഇവിടെ വന്നിരുന്നു. അവരെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു, പ്രശ്നമില്ല. ഈ വർക്ക് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കോട്ടയത്താണ്. ഇതിൻ്റെ ബേസ്മെൻറ്റ് വർക്ക് കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെയ്ക്കും നമസ്കാരം.